നമസ്കാരം. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന കർദിനാൾ മാർ ക്ലീമീസ് ബാവ തിരുമേനിയുടെ മെത്രാഭിഷേക രജത ജൂബിലിയുടെ ആഘോഷത്തിന്റെ ഉദ്ഘാടകനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ എത്തിയത് 11 മണിക്ക് മുമ്പായിരുന്നു. പരിപാടി തുടങ്ങേണ്ടത് 11-നാണെങ്കിലും വി ഡി സതീശൻ അല്പം മുമ്പേ എത്തി നേരത്തെ ഇറങ്ങാൻ കഴിയുമെങ്കിൽ ഇറങ്ങട്ടെ എന്ന് കരുതി. ഏതാണ്ട് 11 കഴിഞ്ഞപ്പോഴത്തേക്കും പരിപാടി തുടങ്ങി. ആദ്യം മുൻ DGP കൂടിയായ ജേക്കബ് പുന്നൂസിന്റെ സ്വാഗത പ്രസംഗമായിരുന്നു. ഏതാണ്ട് 20 മിനിറ്റോളം എടുത്ത് അത് വലിച്ചു നീട്ടി. തൊട്ടു പിന്നാലെ ഓർത്തഡോക്സ് സഭയുടെ കൊല്ലം ഭദ്രാസന മെത്രാന്റെ പ്രാർത്ഥനയായിരുന്നു. അതും അനുവദിച്ചതിന്റെ 3 ഇരട്ടി സമയമെടുത്ത് വലിച്ചു നീട്ടി. ഇതോടെ കോഴിക്കോട് രൂപതാധ്യക്ഷൻ മാർ ചക്കാലയ്ക്കലിന്റെ അധ്യക്ഷ പ്രസംഗത്തിന് മുൻപ് തനിക്ക് പ്രസംഗിക്കാൻ സാധിക്കുമോ എന്ന് ഉദ്ഘാടകനായ മുഖ്യമന്ത്രി ചോദിച്ചു. വളരെ ഹ്രസ്വവും എന്നാൽ മനോഹരവുമായ ഒരു പ്രസംഗം നടത്തി മുഖ്യമന്ത്രി മടങ്ങുകയും ചെയ്തു. അവിടെ നിന്ന് മുഖ്യമന്ത്രി പോയത് മന്ത്രി CP ജോണിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സാജുവിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു. അവിടെ നിന്ന് ആലപ്പുഴ നെഹ്റു ട്രോഫിയിലും രോഗബാധിതനായി കഴിയുന്ന ചങ്ങനാശ്ശേരിയിലെ കോൺഗ്രസ് നേതാവായ ജോസി സെബാസ്റ്റിന്റെ വസതിയിലും സന്ദർശിച്ച് മുഖ്യമന്ത്രി നേരെ പോയത് എറണാകുളത്തേക്ക്. എറണാകുളത്ത് മനോരമയുടെ കോൺക്ലേവിൽ പങ്കെടുക്കുകയായിരുന്നു യാത്രയുടെ പ്രധാന ലക്ഷ്യം. സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നി. എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി ഒരു ദിവസം തന്നെ ഇത്രയധികം പരിപാടികളിൽ പങ്കെടുക്കുന്നത്? എങ്ങനെയാണ് ഇത്രയധികം മനുഷ്യരെ കൈകാര്യം ചെയ്യുന്നത്? ഇതിനിടയിൽ എങ്ങനെയാണ് സംസ്ഥാനം ഭരിക്കുന്നതും ഐഡിയകൾ സ്വരൂപിക്കുന്നതും? മനോരമയുടെ കോൺക്ലേവിലെത്തിയ വി ഡി സതീശൻ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള തൻ്റെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുക മാത്രമല്ല, തനിക്കുണ്ടായിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് കൂടി പറഞ്ഞു. നിലവിലുള്ള സംവിധാനത്തെ അഴിച്ചുപണിയാൻ വി ഡി സതീശൻ ശ്രമിക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം വിശദീകരിച്ചപ്പോൾ നിലവിൽ 23 അനുമതികൾ ആവശ്യമുണ്ട്. ഇവയൊക്കെ ഏകജാലകം എന്ന് പറയാറുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാറില്ല. 100 കോടിയുടെ പദ്ധതി 15 കൊല്ലമെടുക്കുമ്പോൾ 1500 കോടിയായി മാറുന്നതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. അതൊക്കെ മാറ്റാൻ വേണ്ടി ഒരനുമതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ഡേറ്റ ഡ്രിവൻ ഗവേണൻസിലേക്ക് പോവാണ്. എല്ലാ ഇൻഫർമേഷൻസും ഫിംഗർ ടിപ്പിൽ കിട്ടുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ വേണം, ഇന്റർ ഡിപ്പാർട്ട്മെന്ററി ഇൻ്റഗ്രേഷൻ വേണം, ഗവേണൻസിന് വേണം, ഡേറ്റ വേണം, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം. ഇപ്പോഴും നമ്മൾ സിംഗിൾ വിൻഡോ എന്ന് വെറുതെ പറയുക. ഒരു സിംഗിൾ വിൻഡോയും ഇല്ല. ഒരാൾക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ 22 അപ്രൂവൽ വേണം. എവിടെ സിംഗിൾ വിൻഡോ? പക്ഷെ ഇനി ഉണ്ടാവും. ഞങ്ങൾ എല്ലാ 22 നിയമങ്ങൾ അമെൻഡ് ചെയ്ത് ഒരു സിംഗിൾ ലെജിസ്ലേഷൻ വരികയാണ് കേരളത്തിൽ. 1 അപ്രൂവൽ ഉണ്ടാവും. ഒക്ടോബർ കഴിയുമ്പോൾ ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോ. ആ സംവാദത്തിൽ പങ്കെടുത്ത കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമോഹൻ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എന്തും ചെയ്യും എന്ന് വാഗ്ദാനം കൊടുക്കുകയാണ്. പണ്ടത്തെ പോലെ സംസ്ഥാനമോ രാഷ്ട്രീയമോ നോക്കിയല്ല വികസനം. രാജ്യം ഒരുമിച്ച് വളരണം. അതിനുവേണ്ടി എവിടെയൊക്കെ വികസന സാധ്യതകളുണ്ടോ അവിടെയൊക്കെ വികസനം കൊണ്ടുവരും എന്നായിരുന്നു കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ വാഗ്ദാനം. കണ്ണൂർ വിമാനത്താവളം മനോഹരമാണ്. ആ പരിസര പ്രദേശത്തെ ഒരു പൈലറ്റ് ട്രെയിനിങ് സെന്റർ തുടങ്ങുമെന്ന് മന്ത്രി പറഞ്ഞു. 2047 ആകുമ്പോൾ 350 വിമാനത്താവളങ്ങൾ രാജ്യത്ത് നിർമ്മിക്കുക എന്നതാണ് പദ്ധതി. 10 വർഷം കൊണ്ട് 90 വിമാനത്താവളങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. ആ പദ്ധതിയുടെ ഭാഗമായി ശബരിമല വിമാനത്താവള വികസനത്തിന് എല്ലാ പിന്തുണയും തരാം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ആധുനികവൽക്കരണം നടത്താം. കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് രാജ്യത്തെ ആദ്യത്തെ സീപ്ലെയിൻ ആരംഭിക്കാം. അങ്ങനെ കേരളം മുൻകൈയെടുത്താൽ ഒന്നിനും കാത്തു നിൽക്കാതെ എല്ലാം ചെയ്തു തരാം എന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി പറഞ്ഞപ്പോൾ വി ഡി സതീശൻ ചാടിപ്പിടിച്ചു. നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നതായിരുന്നു സതീശന്റെ സന്ദേശം. രാജ്യത്തെ വ്യോമയാന മേഖലയുടെ വളർച്ചയ്ക്ക് 27 പദ്ധതികൾ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും അവയൊക്കെ രാജ്യത്തെ ഒരു ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റാൻ സാധിക്കുന്ന തരത്തിൽ ഗുണകരമാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. നമ്മൾ കേരളത്തിനെ ഒരു ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റാം. ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായി കൂടി ബന്ധപ്പെടുകയാണ്. ഇഷ്ടംപോലെ വിമാനങ്ങൾ ആളുകൾ ചോദിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കമ്പനികൾ, എയർ ഇന്ത്യ അടക്കം. പക്ഷെ പൈലറ്റ്സിനെ കിട്ടാനില്ല. നമുക്ക് പൈലറ്റ് ട്രെയിനിങ് കോളേജ് തുടങ്ങാം. ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ അപ്രോച്ച് ചെയ്യാണ്. നമുക്ക് MRO തുടങ്ങാം, മെയിൻ്റനൻസ് തുടങ്ങാം. സിമുലേറ്റഡ് ട്രെയിനിങ്ങിന് ആൾ വന്നു കഴിഞ്ഞു. നമ്മളിത് പറഞ്ഞപ്പോൾ സിമുലേറ്റഡ് ട്രെയിനിങ് സിസ്റ്റത്തിന് വേണ്ടി. അപ്പോൾ 27 പ്രോജക്റ്റുകൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിരവധി പദ്ധതികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഗൾഫിലൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അതിന്റെ ഭാഗമായി കുറെ കൂടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരാം. മനോരമ ന്യൂസ് എഡിറ്റർ ജോണി ലൂക്കോസ് മോഡറേറ്റർ ആയിരുന്ന ഈ ചർച്ചയിൽ സതീശൻ പറഞ്ഞ ഒരു അഭിപ്രായം ശ്രദ്ധേയമായിരുന്നു. അഭിപ്രായം ഇരുമ്പുലക്കെയാണ് എന്നായിരുന്നു താൻ കരുതിയിരുന്നത്. ഒരിക്കലെടുത്ത നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുമായിരുന്നു. പ്രായവും പക്വതയും ഒക്കെ ആയപ്പോൾ മറ്റുള്ളവരെ കേൾക്കാൻ തുടങ്ങി. അവരൊക്കെ പറയുന്ന അഭിപ്രായങ്ങളിലെ ശരിതെറ്റുകൾ വിലയിരുത്താൻ തുടങ്ങി. കൂടുതൽ നാടിന് നന്മ ചെയ്യുന്ന നിലപാടിലേക്ക് മാറ്റാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ഇരുമ്പൊലക്ക ഒടിഞ്ഞുപോയി എന്ന് സതീശൻ പറയുന്നു.
കൃത്യമായി തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. താങ്കൾ ചോദിച്ചൊരു ചോദ്യം CEO ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ CEO ആവേണ്ടി വരും, നമ്മൾ CEO ആവേണ്ടി വരും. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചിലപ്പോൾ ഒരു CEO ഒരു കമ്പനിയിലെ, ഒരു പ്രൈവറ്റ് കമ്പനിയിലെ അല്ലേ, ഒരു CEO ആക്ട് ചെയ്യുന്നത് പോലെ ചിലപ്പോൾ ആക്ട് ചെയ്യേണ്ടി വരും. അത് ചെയ്യും, ഉറപ്പായിട്ട് അത് ചെയ്യും. പിന്നെ ഓരോ കാര്യങ്ങളോടുള്ള അപ്രോച്ചാണ്. അത് ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങളല്ല, അതിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ഒന്നിനും വഴങ്ങാത്ത ഒരാളല്ല ഞാൻ. അത് തെറ്റായ ഒരു കാരണം. ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് വഴങ്ങും. പണ്ട് ഞാൻ വളരെ ചെറുപ്പത്തിൽ രാവിലെ ഇരുമ്പൊലക്കയാണ്ട് ഇറങ്ങിയിരുന്ന ആളാണ്. ഇരുമ്പൊലക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം, അത് മാറൂല, അത് തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് മാറ്റങ്ങളിലൂടെ ഇപ്പം ഞാൻ കടന്നു വരുന്നു, ഒരുപാട് നവീകരണത്തിലൂടെ കടന്നു പോവുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ ആ ഇരുമ്പൊലക്ക എടുത്ത് കൊണ്ടുപോയി ഒരു ടീമിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി, എന്നിട്ട് ചർച്ച തുടങ്ങുമ്പോൾ നമ്മുടെ ഇരുമ്പൊലക്ക ഒടിഞ്ഞു പോകും ചിലപ്പോൾ. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വേറെ പല ആംഗിളിൽ നിന്ന് ആളുകൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, എൻ്റെ ഐഡിയ പൂർണ്ണമായി ഞാൻ മാറ്റിവെക്കും. ഇപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ആംഗിൾ, പോസിറ്റീവ് ആംഗിൾ, അതിൻ്റെ പല സൈഡിൽ നിന്നും അത് പല അഭിപ്രായങ്ങൾ കേട്ട് കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് അബദ്ധമായിരുന്നു എന്ന് തോന്നുന്നത്. ചിലപ്പോൾ കൊണ്ടുവന്ന ആശയത്തെ മറ്റുള്ളവരുടെ ആശയം കൂടി ചേർത്ത് വെച്ച് അതിനെ തേച്ചു മിനുക്കി ആ ഒരു എന്താണ് റഫായിട്ടുള്ള ഒരു ആശയത്തെ തേച്ചു മിനുക്കി മികച്ച ഒരു ആശയമാക്കി മാറ്റാൻ പറ്റും. വി.ഡി. സതീശൻ ഒരു അര പിണറായിയാണ് എന്ന ആരോപണമുണ്ടല്ലോ എന്ന ചോദ്യത്തിന് സതീശൻ അത് സമ്മതിക്കുകയാണ്. താൻ പിണറായിയുടെ നല്ല വശങ്ങൾ എടുക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്നാണ് സതീശന്റെ ചോദ്യം. പിണറായി വിജയൻ്റെതായ നല്ല വശങ്ങളും മോശം വശങ്ങളും ഉണ്ടാവും. വി.ഡി. സതീശൻ്റെതായ നല്ല വശങ്ങളും മോശം വശങ്ങളും ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ കുറേ നല്ല വശം എടുത്ത് മോശം വശങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ നല്ല വശം ഏതാണെന്ന് നോക്കിയിട്ട് അതുകൂടി ഞാൻ ഇങ്ങനെ എടുത്താൽ അപ്പോൾ അര പിണറായി എന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ. സത്യം പറഞ്ഞാൽ സതീശൻ എന്ന അസാധാരണനായ ഈ മുഖ്യമന്ത്രിയോട് എനിക്ക് ഏറ്റവും കൂടുതൽ ആദരവ് തോന്നിയ ഭാഗങ്ങളിൽ ഒന്നാണ് ഈ അരപ്പിണറായി പ്രയോഗം. പിണറായി വിജയന് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2016 പിണറായി കേരളത്തെ രക്ഷിക്കുമെന്ന് കരുതിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇരട്ടച്ചങ്കൻ എന്ന പിണറായിക്ക് വീണ പേരായിരുന്നു. ആർജവവും ഇച്ഛാശക്തിയും പിണറായിയോളം മറ്റൊരു നേതാവിനും ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ആ ആർജവവും ഇച്ഛാശക്തിയും കേരളത്തിന് ഗുണകരമാകും എന്ന് നമ്മൾ കരുതിയെങ്കിലും ധനത്തോടും അധികാരത്തോടുമുള്ള ആർത്തിമൂത്ത് അതെല്ലാം മോശമായി വിനിയോഗിക്കുന്ന സാഹചര്യമുണ്ടാക്കി. മാത്രമല്ല, നാടിൻ്റെ വികസനത്തിന് വേണ്ട ഒരു വിഷൻ പിണറായി വിജയന് ഉണ്ടായിരുന്നില്ല. ഒരു നല്ല ഭരണാധികാരിക്ക് വേണ്ടത് ആർജവും ഇച്ഛാശക്തിയും പോലെ തന്നെ നല്ല വിഷനും സഹിഷ്ണുതയും ക്ഷമയും ഒക്കെയാണ്. ഇതിൽ ആർജവും ഇച്ഛാശക്തിയും മാത്രമായപ്പോൾ പിണറായിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വളരെ എളുപ്പത്തിൽ ചില തൽപര കക്ഷികൾക്ക് പിണറായിയെ വഴിതെറ്റിക്കാനും ധനസമ്പാദനത്തിന് വേണ്ടി തൻ്റെ ഇച്ഛാശക്തിയെ ദുർവിനിയോഗം ചെയ്യാനും പിണറായി ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ആർജവും ഇച്ഛാശക്തിയും പിണറായിയിൽ നിന്നും വി.ഡി. സതീശൻ കടമെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആ അർത്ഥത്തിൽ അരപ്പിണറായി എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. പിണറായിയുടെ ആർജവും ഇച്ഛാശക്തിയും ഒപ്പം വി.ഡി. സതീശൻ്റെ വിഷനും ഇച്ഛാശക്തിയും ചേരുമ്പോൾ കേരളത്തെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ടാണ് BJP-കാരനായ കേന്ദ്ര വ്യോമയാന മന്ത്രി ഒരു ചടങ്ങിൽ വന്ന് ഇതാ ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ചാടി വീണ് അത് ഏറ്റെടുക്കാനും സഹകരിച്ച് നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മുമ്പോട്ട് പോകാനും കഴിയുന്നത്. പിണറായി ആയിരുന്നെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണമായിരുന്നു എന്തു മറുപടി പറയണമെന്ന്. മാത്രമല്ല, മോദി വിരോധം പറഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ അപകടമാവുമോ എന്ന് ഭയന്ന് എന്തെങ്കിലും ഒന്ന് വിമർശിക്കണമായിരുന്നു. വി.ഡി. സതീശൻ തികച്ചും വ്യത്യസ്തനാണ്. മോദിയെന്നോ BJP എന്നോ CPM എന്നോ ഒന്നും വ്യത്യാസമില്ല. നാടിൻ്റെ വികസനത്തിന് ഗുണകരമായത് എവിടെ നിന്ന് കിട്ടുമോ അതൊക്കെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കാൻ ഒരുക്കമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ കേരളത്തെ പിടിച്ചാൽ കിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും.